ഇപ്പം എന്നെ സംബന്ധിച്ച് ആ ഒരു പെർട്ടിക്കുലർ ഒരുപാട് സീനുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെ ആ ഒരു പ്രണയത്തിൻ്റെ ഒരുപാട് സീനുകളുണ്ടല്ലോ. അമ്പലത്തിൽ നിന്നുള്ളയാലും പിന്നെ പ്രത്യേകിച്ച് ബസ്സിൽ നിന്നുള്ള ഒരു ഐ കോൺടാക്റ്റ് ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെന്റ്സ് ആണ്. ഞാൻ ആക്ച്വലി ആർഷിയോട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരു ഇന്റർവ്യൂവിൽ വെച്ച് തന്നെ ആർഷിയോട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ മൊമെന്റ്സ്, കുറേ സീൻസ് ഒക്കെയാണ് ആസ് എ പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് സമ്മാനിച്ചത്. എങ്ങനെയാണ് അക്ഷയ്ക്കായ ഒരു അനുഭവം? ആ ഒരു സിനിമയെക്കുറിച്ച്, സിനിമയിലേക്ക് എത്തിയതിനെക്കുറിച്ച്? ആം, ഈ ഐ കോണ്ടാക്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, ബസ്സിലത്തെ സീൻ, അതൊക്കെ എൻ്റെ റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ. കുറേയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അത് നമുക്കത് കുറച്ചും കൂടി ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ഉള്ളിന്ന് പറ്റി. ചെയ്യാൻ പറ്റിയെന്നല്ല, ഉള്ളിന്ന് വന്നതാണ്. ഓക്കെ. പിന്നെ സിനിമയിലോട്ട് വന്നത് ഓഡീഷൻ വഴിയാണ്. എനിക്കല്ലാതെ ഫിലിം ഫീൽഡായിട്ട് യാതൊരു കണക്ഷനുള്ള ആളല്ല. ഓക്കെ. എൻ്റെ വീട്ടുകാർക്കും അങ്ങനെ കണക്ഷൻ ഒന്നുമില്ല. ശ്രമിച്ചിട്ട് കിട്ടിയതാണ്. അതുപോലെ അതന്നെ. പണ്ട് മുതലേ അങ്ങനെ സിനിമയോടൊരു പണ്ട് താല്പര്യം? മുതൽ താല്പര്യമുണ്ട്, പാഷനേറ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് അത് സിനിമയെ കുറിച്ച് അറിയുകയും പഠിക്കുകയും അതൊക്കെ ചെയ്യുന്ന ആളാണ്. ഓക്കെ. ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ലൂക്ക് എന്ന് പറഞ്ഞിട്ട്. അവനിപ്പോൾ ലിറ്റിൽ ഹാർട്സ് എന്ന് പറഞ്ഞ സിനിമയുടെ ക്യാമറമാനാണ്. ഓക്കെ. ഇപ്പോൾ 2 സിനിമ ചെയ്തു, ലിറ്റിൽ മിസ് റാവുത്തർ, ഓക്കെ. ഇപ്പോൾ ഷെയ്ൻ നിഗത്തിനെ ലിറ്റിൽ വെച്ചിട്ട്. ഹാർട്സ്. അവന് ഞാനും കൂടിയാണ് പഠിക്കാൻ പോകുന്നത് ചെന്നൈയിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അങ്ങനെ അങ്ങനെ എൻ്റെ ലൈഫ് തന്നെ മൊത്തത്തിൽ അങ്ങനെയായിരുന്നു. വേറൊരു ഓപ്ഷൻ എനിക്കില്ല. സിനിമ തന്നെ. അഭിനയിക്കാൻ വേണ്ടി ജനിച്ചവരാണ്. അഭിനയിക്കാൻ വേണ്ടി വെച്ചാൽ അഭിനയിക്കാനും കൂടി ജനിച്ചതാണ്. ഓക്കെ. വേറെ എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ്? സിനിമ മൊത്തത്തിൽ എനിക്ക് ഇഷ്ടമാണ്. സിനിമ മേഖലയിൽ തന്നെ കുറെ കാര്യങ്ങൾ, പൊതുവെ കുറെ കാര്യങ്ങളോട് എനിക്ക് താല്പര്യമുണ്ട്. സിനിമ അല്ലാതെ കല എന്ന് പറയാൻ മൊത്തത്തിൽ എനിക്ക് ഞാൻ മീൻസ് എങ്ങനെയാണ് പെർട്ടിക്കുലർ ഇപ്പം ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ്, അങ്ങനെ എഴുത്ത്, അങ്ങനെ ഒരുപാട് ഏരിയ എഡിറ്റിംഗ് ചെയ്യുമായിരുന്നു. ഓക്കെ. ഞാൻ പണ്ട് അഭിനയിച്ച എല്ലാ ഷോർട്ട് ഫിലിംസും ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നു. ഓക്കെ. പിന്നെ സിനിമയിൽ പറയാനായിട്ട് എനിക്ക് മെയിനായിട്ട് ശരിക്കും പറഞ്ഞാൽ അഭിനയത്തോടൊപ്പം തന്നെ ഡിറക്ഷനിലോട് ആണ് ശരിക്കും താല്പര്യം ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഉണ്ട്, ഭാവിയിലും ഉണ്ടാവും. പിന്നെ സിനിമ അല്ലാതെ കല എന്ന് പറയുന്നത് എഴുതാനേക്കാളും മുമ്പ് പടം വരയ്ക്കാനാണ് ഞാൻ പഠിച്ചത്. ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂഡ് വന്നാൽ നമുക്ക് വരയ്ക്കാൻ പടം വരനോട് എനിക്ക് പണ്ട് ഒരു താല്പര്യം. കല മൊത്തത്തിൽ ഞാൻ ആസ്വദിക്കുന്ന ഇഷ്ടമാണ്. ക്രിയേറ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ്. നമ്മള് കല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, പുതുതായിട്ടൊരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ, നമ്മുടെ മനസ്സിലുള്ള സാധനം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടേതായിട്ടുള്ള സാധനം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ക്രിയേറ്റിവിറ്റി ആവും. ഓക്കെ. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിലേക്ക് എങ്ങനെയാണ് കൈവച്ച് തുടങ്ങിയോ? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നാടകമൊക്കെ ചെയ്യായിരുന്നു. സംവിധാനമല്ല, അഭിനയം. അതിനുശേഷം ഷോർട്ട് ഫിലിമിലോട്ട് കിടക്കണമല്ലോ, അടുത്ത സ്റ്റെപ്പ് അതാണല്ലോ. അങ്ങനെ ഞാൻ കുറെ സ്ഥലത്തൊക്കെ ചാൻസ് ഒക്കെ ചോദിച്ചു നടന്നിട്ടുണ്ട്, ആരും തന്നില്ല. അങ്ങനെ ഞാനും ലൂക്കും കൂടി ചേർന്ന് ഒരു ഷോർട്ട് ഫിലിം ഞാൻ ഡയറക്റ്റ് ചെയ്തു, ഞാൻ തന്നെ അഭിനയിച്ചു. അങ്ങനെ അതിന് അവാർഡൊക്കെ കിട്ടി. എന്തായിരുന്നു പേര്? അത് ഞാൻ പറയില്ല. പേര് പറയാൻ പറ്റില്ലേ? അറിയില്ല.